ശാന്തി 26/4/26 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2009 മധുബൻ. നവവർഷത്തിൽ എല്ലാ ആത്മാക്കൾക്കും സന്ദേശം നൽകി ഗോൾഡൻ വേൾഡിൻ്റെ ഗിഫ്റ്റ് നൽകൂ. ബാബയ്ക്ക് സമ്മാനം ആകുന്നതിനായി ദേഹി അഭിമാനിയായി ഇരിക്കുന്നതിൻ്റെ നേച്ചർ നാച്ചുറൽ ആക്കൂ. ഇന്ന് ബാബ്ദാദ ഓരോ കുട്ടിയെയും സ്നേഹത്തിലും ബാബ്ദാദയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്ന സ്വരൂപത്തിലും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോരോ കുട്ടിയും പരമാത്മാ സ്നേഹത്തിൽ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ കുട്ടികളും സ്നേഹത്തിൻ്റെ വിമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. പൊതുവെ ന്യൂ ഇയർ ആഘോഷിക്കുന്നതിന് വേണ്ടി വന്നിരിക്കുകയാണ് എങ്കിലും എല്ലാവരുടെയും നയനങ്ങളിൽ എന്താണ് കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ന്യൂ ഇയർ അഥവാ ന്യൂ വർഷം നിമിത്തം മാത്രമാണ്. എന്നാൽ നിങ്ങളേവരുടെയും നയനങ്ങളിൽ ഏതൊരു ഉന്മേഷമാണുള്ളത്? 3 ആശംസകൾ നൽകുകയാണ്. 1 തൻ്റെ നവജീവിതത്തിൻ്റെ ആശംസകൾ, 2ാമത്തേത് നവയുഗത്തിൻ്റെ ആശംസകൾ, 3ാമത്തേത് പരിവാരവുമായും ബാബയുമായുള്ള കൂടിക്കാഴ്ചയുടെ ആശംസകൾ. താങ്കളുടെ നയനങ്ങളിൽ എന്താണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്? തൻ്റെ നവയുഗം മുന്നിൽ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഹൃദയത്തിൽ ഉന്മേഷം വന്നുകൊണ്ടിരിക്കുകയാണ്. നവയുഗം ഇതാ വന്നു കഴിഞ്ഞു. നവയുഗത്തിൻ്റെ തിളങ്ങുന്ന ഡ്രസ് താങ്കളുടെ മുന്നിൽ ഇത്രയും സ്പഷ്ടമാണോ? ഇന്ന് സംഗമയുഗത്തിലാണ്. വേഗത്തിൽ ഈ തിളങ്ങുന്ന ഡ്രസ് അണിയേണ്ടതുണ്ട്. മുന്നിൽ കണ്ട് സന്തോഷിക്കുകയാണ്. വിടയും നൽകിക്കൊണ്ടിരിക്കുന്നു, ആശംസകളും നേടിക്കൊണ്ടിരിക്കുന്നു. ഏതുപോലെ പഴയ വർഷത്തിന് വിട നൽകുന്നു, പിന്നെ ആ വർഷം മറന്നുപോകുന്നു. നവവർഷം തന്നെയാണ് മുന്നിൽ വരുന്നത്. ഇതേപോലെ തന്നെ താങ്കളുടെ മുന്നിൽ പഴയ ലോകത്തിൻ്റെ ആശംസകളല്ല, എന്നാൽ പുതിയ ലോകത്തിൻ്റെ ആശംസകളാണ് നൽകുന്നത്. അപ്പോൾ പഴയ ലോകത്തിന് വിട നൽകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഉന്മേഷവും ഉത്സാഹവുമുണ്ട്. പുതിയ യുഗത്തിൻ്റെ ലോകത്തുള്ളവരും നവവർഷത്തിൻ്റെ ആശംസകൾ നൽകുന്നു, ഒപ്പം ഗിഫ്റ്റും നൽകുന്നു. അപ്പോൾ ബാബ്ദാദയും തൻ്റെ കുട്ടികൾക്ക് പഴയ സ്വഭാവ സംസ്കാരത്തിന് വിട നൽകി പുതിയ ലോകത്തിൽ പോകുന്നതിനുള്ള ഗിഫ്റ്റ് നൽകുകയാണ്. ആ പുതിയ ലോകത്തിൽ പ്രാപ്തി തന്നെ പ്രാപ്തിയാണ്. ചുരുക്കത്തിൽ പറഞ്ഞാൽ പുതിയ ലോകത്തിൽ അപ്രാപ്തമായ ഒരു വസ്തുവും ഇല്ല. ഇങ്ങനെയുള്ള ഗോൾഡൻ വേൾഡിൻ്റെ ഗിഫ്റ്റ് ബാബ്ദാദ നിങ്ങൾ ഓരോ കുട്ടികൾക്കും സമ്മാനമായി നൽകിയിട്ടുണ്ട്. താങ്കൾക്കും ലഹരിയുണ്ടല്ലോ. നമ്മൾ ഗോൾഡൻ വേൾഡിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഗിഫ്റ്റ് മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. ബാബ ഓരോ കുട്ടികൾക്കും ഈ ഡയറക്ഷൻ നൽകിയിട്ടുണ്ട്. എല്ലാ ആത്മാക്കൾക്കും ബാബയുടെ സമ്പത്തായ ഈ ഗോൾഡൻ വേൾഡിൻ്റെ സന്ദേശം നൽകി അവർക്കും താങ്കൾ ഗിഫ്റ്റ് നൽകൂ. താങ്കളുടെ അടുക്കൽ ഏതൊരു ഗിഫ്റ്റാണുള്ളത്? ഒന്നാമതായി പുതിയ ലോകത്തിൻ്റെ ഗിഫ്റ്റ് നൽകൂ. 2ാമതായി താങ്കളുടെ പക്കൽ ധാരാളം ഖജനാവുകളുണ്ട്. ഗുണങ്ങളുടെ ഖജനാവ്, ശക്തികളുടെ ഖജനാവ്, സ്വമാനത്തിൻ്റെ ഖജനാവ്. എത്ര ഖജനാവുകളാണുള്ളത്? അപ്പോൾ എല്ലാവർക്കും ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ഏതെങ്കിലുമൊക്കെ ശക്തിയുടെയോ ഗിഫ്റ്റ് നൽകൂ. ആ ഗിഫ്റ്റിലൂടെ അവരുടെ ജീവിതം മാറട്ടെ, ഗോൾഡൻ ലോകത്തിൻ്റെ അധികാരിയായി മാറട്ടെ. കാരണം ഈ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ് 4 ഭാഗത്തും ദുഃഖവും അശാന്തിയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.
നാലു ഭാഗത്തും ഓരോരുത്തരിലും ഭയവും ചിന്തയുമുണ്ട്. ഇങ്ങനെയുള്ള ദുഃഖിതരും അശാന്തരുമായ ആത്മാക്കൾക്ക് ഏറ്റവും കുറഞ്ഞത് ഈ സന്ദേശം തീർച്ചയായും നൽകൂ. ഇപ്പോൾ ബാബ വന്നിരിക്കുകയാണ്. ഇപ്പോൾ മുതൽ അവിനാശി സമ്പത്തിൻ്റെ അധികാരിയായി മാറൂ. ഈ സന്ദേശം ഓരോ ആത്മാവിനും നൽകിക്കൊണ്ടുമിരിക്കുകയാണ്. എന്നാൽ ഇപ്പോഴും പല ബാബയുടെ കുട്ടികളും സന്ദേശത്തിൽ നിന്നും വഞ്ചിതരായിരിക്കുകയാണ്. എന്നിരുന്നാലും ഒരു ബാബയുടെ കുട്ടികളാണല്ലോ. അപ്പോൾ തൻ്റെ സഹോദരി സഹോദരന്മാർക്ക് ഈ സന്ദേശത്തിൻ്റെ ഗിഫ്റ്റ് തീർച്ചയായും നൽകൂ. ആരും തന്നെ അവശേഷിക്കരുത്. സേവനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദ കുട്ടികളുടെ സേവനം കണ്ട് സന്തുഷ്ടമാണ്. എന്നാൽ ബാബയുടെ ആശ ഇതാണ്: എൻ്റെ ഒരു കുട്ടി പോലും സന്ദേശം ലഭിക്കാതെ പോകരുത്. പരാതി പറയരുത്, താങ്കൾക്ക് ഗോൾഡൻ വേൾഡിൻ്റെ സമ്മാനം ലഭിച്ചു, നമുക്ക് അറിയാൻ കഴിഞ്ഞില്ല എന്ന്. നമ്മുടെ ബാബ വന്നു, എന്നാൽ നമുക്ക് സന്ദേശം ലഭിച്ചില്ല എന്ന്. അതിനാൽ ഈ നവവർഷത്തിൽ ഈ പ്രയത്നം ചെയ്യൂ. പരസ്പരം പ്ലാൻ ഉണ്ടാക്കൂ. ഏതെങ്കിലും കോണ് പോലും അവശേഷിക്കരുത്. പരാതികൾ ലഭിക്കരുത്. എന്നാൽ സന്തോഷം ഉണ്ടാകണം. നമ്മുടെ ബാബ വന്നു കഴിഞ്ഞു എന്നറിയാൻ കഴിയണം. വഞ്ചിതമായി പോകരുത്. അപ്പോൾ ഈ നവവർഷത്തിൽ എന്തു ചെയ്യും? പരസ്പരം ഒത്തുചേർന്ന് പ്ലാൻ ഉണ്ടാക്കൂ. ബാബ്ദാദയ്ക്ക് ഓരോ കുട്ടിയുടെയും മേൽ ദയ തോന്നുന്നു. അപ്പോൾ താങ്കൾക്കും സഹോദരി സഹോദരന്മാരുടെ മേൽ ഇപ്പോൾ വിശേഷിച്ച് ദയാഹൃദയൻ്റെയും മംഗളകാരിയുടെയും സ്വരൂപം ധാരണ ചെയ്ത് സർവർക്കും സന്ദേശം നൽകേണ്ടതുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഇത്തരത്തിലുള്ള പരാതി പറയരുത്. ഇന്ന് എല്ലാ കുട്ടികളും നവവർഷം ആഘോഷിക്കുന്നതിൻ്റെ ഉത്സാഹത്തിലും ഉന്മേഷത്തിലും എത്തിച്ചേർന്നിരിക്കുകയാണ്. ബാബ്ദാദ ഓരോരോ കുട്ടിയെയും കണ്ട് എന്ത് ഗീതമാണ് പാടുന്നത് അറിയാമല്ലോ. ആഹാ കുട്ടികളെ, ആഹാ. ആരാണോ ആദ്യത്തെ തവണ വന്നിരിക്കുന്നത് അവരോടും ബാബ്ദാദ പറയുകയാണ്, ലക്കിയാണ്. സമയം സമാപ്തമാകുന്നതിന് മുമ്പേ ബാബയുടേതായി മാറി. പുതിയ കുട്ടികൾക്ക് ബാബ്ദാദ കോടി കോടി മടങ്ങ് ലക്കി ആയതിൻ്റെ ആശംസകൾ നൽകുകയാണ്. ഈയിടെ ബാബ്ദാദ ഒരു കാര്യം എല്ലാ കുട്ടികളിലും കാണുവാൻ ആഗ്രഹിക്കുന്നു. അറിയാമോ ഏതാണെന്ന്? ഇതുപോലെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ഉന്മേഷമുണ്ട്, ലക്ഷ്യമുണ്ട്. നമ്മൾ ബാബ് സമാൻ ആകുന്നവർ തന്നെയാണ്. ആകും എന്നല്ല, ആകുന്നവർ തന്നെയാണ്. അപ്പോൾ ലക്ഷ്യം എങ്ങനെയുള്ളതാണോ അതേപോലെ ഇപ്പോൾ ബാബ്ദാദ ലക്ഷ്യത്തോടൊപ്പം ലക്ഷണവും കാണുവാൻ ആഗ്രഹിക്കുന്നു. ഏതുപോലെ സമാനം ആകുക എന്ന ലക്ഷ്യമുണ്ടോ അതേപോലെ തന്നെ സമാനം ആകുന്നതിൻ്റെ ലക്ഷണവും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ലക്ഷ്യം വളരെ ഉയർന്നതാണ്. എന്നാൽ ലക്ഷണത്തിൻ്റെ മേൽ വിശേഷ അറ്റൻഷൻ നൽകേണ്ടതുണ്ട്. സമാനം എന്ന എത്ര വലിയ ലക്ഷ്യമാണോ അത്രയും തന്നെ വലിയ ലക്ഷണം ഉണ്ടാകണം. ഇപ്പോൾ ചില കുട്ടികൾ ലക്ഷണം ധാരണ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് എന്നിരുന്നാലും പറയുന്നു, വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അപ്പോൾ ഈ പക്ഷേ എന്നത് മാറിപ്പോകണം. താങ്കളുടെ പെരുമാറ്റവും മുഖവും ദൂരെ നിന്ന് തന്നെ എത്ര വലിയ ലക്ഷ്യമാണോ അത്രയും ലക്ഷണം മുഖത്തിലൂടെ കാണപ്പെടണം, പെരുമാറ്റത്തിലൂടെ കാണപ്പെടണം. ഏതുപോലെ താങ്കൾ മുൻപ് ദേഹാഭിമാനത്തിലായിരുന്നു. എന്നാൽ എപ്പോഴാണോ ദേഹാഭിമാനത്തിലായിരുന്നത് അപ്പോൾ ദേഹാഭിമാനത്തിൻ്റെ നേച്ചർ നാച്ചുറലായിരുന്നു.
ദേഹാഭിമാനം വരുന്നതിനു വേണ്ടി എപ്പോഴെങ്കിലും പുരുഷാർത്ഥം ചെയ്തുവോ? നേച്ചർ നാച്ചുറലായി ദേഹാഭിമാനത്തിൻ്റെതായിരുന്നു. പകുതി കൽപ്പം പുരുഷാർത്ഥം ചെയ്തില്ല. ഇതേപോലെ തന്നെ ഇപ്പോഴും ദേഹി അഭിമാനി ആകുന്നതിൻ്റെ നേച്ചർ നാച്ചുറലാണ്. ദേഹാഭിമാനത്തിൻ്റെ നേച്ചർ നാച്ചുറൽ ആയിരുന്നപ്പോൾ ദേഹാഭിമാനത്തിൽ വരണം എന്ന് എപ്പോഴെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ഈ പുരുഷാർത്ഥം ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും ദേഹാഭിമാനവും ദേഹീയ അഭിമാനി. അപ്പോൾ ദേഹീയ അഭിമാനി ആകുന്നതിലും പ്രയത്നം എന്തുകൊണ്ട്? കാരണം ബാബ്ദാദയുടെ അടുക്കൽ സമാചാരം വരുന്നു, ഇടയ്ക്കിടയ്ക്ക് ദേഹാഭിമാനത്തെ ഇല്ലാതാക്കുന്നതിൻ്റെ പ്രയത്നം ചെയ്യേണ്ടി വരുന്നു. ദേഹാഭിമാനം നാച്ചുറൽ ആയിരുന്നു എന്നിരിക്കെ ദേഹീയാഭിമാനിയുടെ കാര്യത്തിൽ പ്രയത്നം എന്തുകൊണ്ടാണ്? അപ്പോൾ ബാബ്ദാദയ്ക്ക് കുട്ടികളുടെ പ്രയത്നം നല്ലതായി തോന്നുന്നില്ല. പ്രയത്നമുക്തമായി മാറണം, നാച്ചുറൽ നേച്ചറാകണം. ഇതിനെയാണ് ലക്ഷ്യവും ലക്ഷണവും സമാനം എന്ന് പറയുന്നത്. പിന്നെ താങ്കൾ നോക്കൂ, ബാബയ്ക്ക് സമാനം ആകുന്നത് വളരെ സഹജവും നാച്ചുറലും ആയി തോന്നും. ഏതുപോലെ ബ്രഹ്മബാബയെ കണ്ടിട്ടുണ്ട്. ഇത്രയും വലിയ പരിവാരത്തിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടായിരുന്നിട്ടും നാച്ചുറൽ നേച്ചർ ദേഹീയ അഭിമാനിയുടേതായിരുന്നു. കുട്ടികളുടെ മേലുള്ള ഉത്തരവാദിത്വവുമുണ്ട്. എന്നാൽ ബ്രഹ്മബാബയുടെ മുന്നിൽ ആ ഉത്തരവാദിത്വം എന്തായി തോന്നിയിരുന്നു? ഏതൊരു ഉത്തരവാദിത്വമായിക്കൊള്ളട്ടെ, സോണിൻ്റെ ഉത്തരവാദിത്വമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒഫീഷ്യൽ യജ്ഞത്തിൻ്റെ കാര്യവ്യവഹാരങ്ങളുടെ ഉത്തരവാദിത്വം ആയിരുന്നാലും ആ ഉത്തരവാദിത്വം ബ്രഹ്മബാബയുടെ മുന്നിൽ എന്താണ്? ബ്രഹ്മബാബ ശിവ് ബാബയുടെ സഹായത്തോടെ പ്രാക്ടിക്കലിൽ ഇത് കാണിച്ചു. ചെയ്യിപ്പിക്കുന്നവൻ ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെയ്യുന്നവനായ ഞാൻ ബാബയ്ക്ക് സമാനം വേറിട്ടതും പ്രിയപ്പെട്ടതുമാണ്. അപ്പോൾ ബാബയ്ക്ക് സമാനം ആകുവാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കെ ഇത് ചെക്ക് ചെയ്യൂ. മനസ്സ വാച കർമ്മണ എന്തു തന്നെ ഡ്യൂട്ടികൾ ഉണ്ടായിരുന്നാലും ഞാൻ ചെയ്യുന്നവനാണ്, ട്രസ്റ്റിയാണ്. ചെയ്യിക്കുന്നവനായ മാലിക് ശിവ് ബാബയാണ്. ഈ ചെയ്യിക്കുന്നവൻ എന്നതിൻ്റെ പാഠം മുന്നോട്ട് പോകവേ മറന്നു പോകുന്നു. അപ്പോൾ ലക്ഷ്യവും ലക്ഷണവും രണ്ടും സമാനമാക്കണം. ഇപ്പോൾ പഴയ വർഷത്തിന് വിട നൽകുന്നതോടൊപ്പം ഈ ലക്ഷ്യത്തെ ലക്ഷണത്തിലേക്ക് കൊണ്ടുവരണം. പുതിയ വർഷം, അപ്പോൾ പുതിയ കാര്യങ്ങൾ. എന്ത് ചെയ്യുവാനാണ്? മായ വന്നു പോകുന്നു. ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വന്നു പോകുന്നു. ഈ വാക്കുകൾക്കും സങ്കല്പങ്ങൾക്കും പഴയ വർഷത്തിനോടൊപ്പം ഇവയ്ക്കും വിട നൽകൂ. കേവലം വർഷത്തിന് മാത്രം വിട നൽകിയാൽ പോരാ. ബാബ്ദാദ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു, മായയും ബാബ്ദാദയുടെ അടുക്കൽ വരുന്നു. എന്താണ് പറയുന്നത്? എനിക്ക് പോകാനുള്ള സമയമായി എന്ന് അത് മനസ്സിലാക്കുന്നുണ്ട്. എന്നാൽ ചില കുട്ടികൾ എന്നെ ആഹ്വാനം ചെയ്യുന്നു. അപ്പോൾ ഞാൻ എന്തു ചെയ്യും? അതിനാൽ ഇന്ന് വിട പറയുന്നതോടൊപ്പം മായയുടെ ഭിന്ന ഭിന്ന രൂപങ്ങൾക്കും വിട നൽകണം. ധൈര്യമുണ്ടോ? ധൈര്യമുണ്ടോ? കൈ ഉയർത്തൂ. വിട പറയുന്നതിനുള്ള ധൈര്യമുണ്ടോ? പിന്നിലുള്ളവർക്ക് ധൈര്യമുണ്ടോ? ആരിൽ ധൈര്യമുണ്ടോ അവർ കൈ ഉയർത്തൂ. അപ്പോൾ ബാബ ഈ ധൈര്യത്തിനുള്ള വളരെയധികം കോടി കോടി മടങ്ങ് ആശംസകൾ നൽകുന്നു. എന്തുകൊണ്ട്? ബാബ്ദാദ ഇതിന് ഊന്നൽ നൽകുന്നത് എന്തുകൊണ്ടാണ്? കാരണം നിങ്ങളേവരും ലോകത്തിൻ്റെ അവസ്ഥകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ശക്തമായി മോശമാകാൻ ആരംഭിച്ചു കൊണ്ടിരിക്കുകയാണ്.
അപ്രതീക്ഷിതമായാണ് സംഭവിക്കേണ്ടത് എന്ന ബാബ്ദാദയുടെ മഹാവാക്യം കുറച്ച് സമയമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അചാനക് അപ്രതീക്ഷിതമായാണ് സംഭവിക്കേണ്ടത്. അഥവാ വളരെ കാലത്തെ അഭ്യാസം ഇല്ലെങ്കിൽ പറയൂ, പെട്ടെന്നുള്ള സമയത്ത് അഭ്യാസത്തിൻ്റെ ആവശ്യകത ഉണ്ടല്ലോ. ഇപ്പോൾ തന്നെ നോക്കൂ, ബാബ്ദാദ ഹോംവർക്ക് നൽകിയിട്ടുണ്ട്. 10 മിനിറ്റ്, ടോട്ടൽ 24 തവണ 10 മിനിറ്റിൻ്റെ ഹോംവർക്ക് നൽകി. അപ്പോൾ പല കുട്ടികൾക്കും പ്രയാസം ഉണ്ടാകുന്നു. അപ്പോൾ ചിന്തിക്കൂ, അഥവാ 10 മിനിറ്റ് അഭ്യാസം ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ അപ്രതീക്ഷിതത്തിൻ്റെ ആ സമയത്ത് എന്ത് ചെയ്യുവാനാണ്? ബാബ്ദാദ അറിയുന്നുണ്ട് 24 തവണ എന്നതിൽ പലർക്കും സമയം വളരെ കുറവാണ് ലഭിക്കുന്നത്. എന്നാൽ ബാബ്ദാദ ട്രയൽ നടത്തിയതാണ്. 10 മിനിറ്റ് ഒരേ സ്മൃതിയിൽ എപ്പോൾ ആഗ്രഹിക്കുന്നുവോ, എങ്ങനെ ആഗ്രഹിക്കുന്നുവോ അതുപോലെ ചെയ്യാൻ കഴിയുമോ എന്നത്. ബാബ്ദാദ ഇപ്പോഴും 10 മിനിറ്റ് ചെയ്യൂ എന്ന് പറയുന്നില്ല. ശരി, സാധ്യമല്ലെന്നിരിക്കട്ടെ, ആർക്ക് സാധിക്കുമോ അവർ ചെയ്യട്ടെ. അഥവാ സാധിക്കുന്നില്ലെങ്കിൽ 5 മിനിറ്റ് ചെയ്യൂ. 5 മിനിറ്റിൽ നിന്നും 6 മിനിറ്റ്, 7 മിനിറ്റ്, എത്രത്തോളം വർദ്ധിപ്പിക്കാൻ സാധിക്കുമോ അത്രയും ട്രയൽ നടത്തൂ. ബാബ്ദാദ സ്വയമേ പറയുകയാണ്, ഇതിൽ അങ്ങനെയുള്ള ഒരു കാര്യവുമില്ല. അഥവാ 10 മിനിറ്റ് എന്നത് കൂടുതൽ സമയമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ശരി, 8 മിനിറ്റ് ചെയ്യൂ, 9 മിനിറ്റ് ചെയ്യൂ. എത്ര കൂടുതൽ ചെയ്യാൻ സാധിക്കുമോ അത്രയും ശീലമുണ്ടാക്കൂ. കാരണം വളരെ കാലത്തേക്കുള്ള വരദാനം പ്രാക്ടിക്കലിൽ ഇപ്പോൾ തന്നെയാണ് ചെയ്യാൻ സാധിക്കുന്നത്. അഥവാ ഇപ്പോൾ വളരെ കാലത്തെ അഭ്യാസം ഉണ്ടായിരിക്കുകയില്ലെങ്കിൽ ഇപ്പോഴത്തെ വളരെ കാലത്തെ പുരുഷാർത്ഥത്തിലൂടെ പകുതി കൽപ്പം വളരെ കാലം ലഭിക്കേണ്ട പ്രാപ്തിയിൽ വ്യത്യാസമുണ്ടാകും. അപ്പോൾ എത്ര സാധിക്കുമോ അത്രയും ബാബ്ദാദ ഇളവ് നൽകിയിട്ടുണ്ട്. 5 മിനിറ്റിനേക്കാൾ കൂടുതൽ ചെയ്യൂ. 10 മിനിറ്റ് സാധ്യമല്ലെങ്കിൽ 7 മിനിറ്റ് ചെയ്യൂ, 8 മിനിറ്റ് ചെയ്യൂ. 5 മിനിറ്റിൻ്റെയും ഇളവുണ്ട്. എന്നാൽ അഥവാ ഏതെങ്കിലും സമയത്ത് 10 മിനിറ്റ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ്. ഇങ്ങനെയുള്ള ഒരു സമയം വരും, അതിൽ നിങ്ങൾക്ക് സ്വയം തനിക്ക് വേണ്ടിയും വിശ്വത്തിനു വേണ്ടിയും കിരണങ്ങൾ നൽകേണ്ടി വരും. അതിനാൽ ബാബ്ദാദ ഇളവ് നൽകുകയാണ്. എത്ര കൂടുതൽ സമയം ചെയ്യാൻ സാധിക്കുമോ അത്രയും പ്രാക്ടീസ് ചെയ്യൂ. കാരണം ഇപ്പോഴത്തെ ദീർഘസമയമാണ് ഭാവിയിലെ ആധാരം. ശരിയാണോ? പ്രയാസമായി തോന്നുന്നുണ്ടോ? ഒരു കാര്യവുമില്ല. ഇപ്പോഴാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് വളരെ നന്നായി ചെയ്തു എന്ന് ബാബയെ കേൾപ്പിച്ചു. കാരണം 10 മിനിറ്റ് ഇരിക്കാൻ സാധിച്ചില്ല എന്ന് വിചാരിക്കൂ. ചിന്തയിൽ തന്നെ കടന്നുപോയി എങ്കിൽ 5 മിനിറ്റ് എന്നതും പോയി. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഏറ്റവും കുറഞ്ഞത് 5 മിനിറ്റിനേക്കാൾ കുറയ്ക്കരുത്. എത്ര വർദ്ധിപ്പിക്കുവാൻ സാധിക്കുമോ അത്രയും വർദ്ധിപ്പിക്കൂ. ശരിയാണോ? സ്പഷ്ടമായോ? കാരണം ബാബ്ദാദ ഓരോരുത്തരെയും വളരെ ശ്രേഷ്ഠ സ്വരൂപത്തിലാണ് കാണുന്നത്. ബാബ്ദാദ ഇതിൻ്റെ അടയാളമായി ഓരോ കുട്ടിക്കും എത്ര സ്വമാനമാണ് നൽകിയിട്ടുള്ളത്. സ്വമാനത്തിൻ്റെ ലിസ്റ്റ് അഥവാ എടുക്കുകയാണെങ്കിൽ എത്ര വലുതാണ്. ഇന്ന് ബാബ്ദാദ അമൃതവേളയിൽ ചുറ്റി സഞ്ചരിക്കാൻ പോയി. എന്ത് നോക്കുവാനാണ് പോയത്? ബാബ്ദാദ സ്വമാനങ്ങളുടെ വളരെ വലിയ മാല നൽകിയിട്ടുണ്ട്. അഥവാ ഓരോരോ സ്വമാനത്തിലും സ്ഥിതി ചെയ്തുകൊണ്ട് ആ സ്ഥിതിയിലിരിക്കുകയും നടക്കുകയുമാണെങ്കിൽ സ്വമാനം പറഞ്ഞുകൊണ്ടേയിരിക്കണം, മാല തിരിച്ചുകൊണ്ടേയിരിക്കണം. എങ്കിൽ വളരെയധികം രസം തോന്നും. സ്വമാനത്തിൻ്റെ ലിസ്റ്റ് വെച്ചിട്ടുണ്ട്.
എന്നാൽ ഓരോരോ സോമാനവും എത്ര വലുതാണ്? ആരാണ് നൽകിയത്? വേൾഡ് ഓൾമൈറ്റി അതോറിറ്റി ഓരോരോ കുട്ടിക്കും അനേകം സോമാനങ്ങളുടെ ലിസ്റ്റ് നൽകിയിട്ടുണ്ട്. അതിനെ യൂസ് ചെയ്യൂ. കാരണം താങ്കളുടെ ഈ സോമാനത്തെ കുറയ്ക്കാൻ കഴിയുന്ന മറ്റൊരു അതോറിറ്റിയുമില്ല. മറ്റാർക്കും തന്നെ ഇത്രയും സോമാനങ്ങളുടെ മാല ലഭിച്ചിട്ടില്ല. അപ്പോൾ ബാബ്ദാദ കണ്ടു, സത്യയുഗത്തിലാണെങ്കിൽ രാജ്യഭാഗ്യം ലഭിക്കും. എന്നാൽ ഈ സോമാനങ്ങളുടെ മാല സംഗമയുഗത്തിൻ്റെ ദാനമാണ്. ബാബ എപ്പോഴെല്ലാം കുട്ടികളെ കാണുന്നുവോ അപ്പോൾ ഓരോ കുട്ടിയെയും സോമാനത്തിൻ്റെ സ്ഥിതിയോടെ നോക്കുന്നു. ആഹാ കുട്ടി, ആഹാ. അപ്പോൾ സോമാനത്തിൻ്റെ അതോറിറ്റിയിലിരിക്കൂ. ഞാൻ ആരാണ്? ചിലപ്പോൾ ഏതെങ്കിലും ഒരു സോമാനം മുന്നിൽ വയ്ക്കൂ. ചിലപ്പോൾ മറ്റേതെങ്കിലും സോമാനം മുന്നിൽ വയ്ക്കൂ. ചെക്ക് ചെയ്യൂ. ഇന്ന് അമൃതവേളയിൽ ഏതൊരു വിശേഷ സോമാനമാണോ ബുദ്ധിയിൽ വെച്ചത് അതിനെ യൂസ് ചെയ്തോ? ആ സോമാനം ഖജനാവാണല്ലോ. കാരണം ഖജനാവ് വർദ്ധിപ്പിക്കാനുള്ള സാധനമാണ്. എത്രത്തോളം ഖജനാവിനെ കാര്യത്തിൽ വിനിയോഗിക്കുമോ അത്രയും ഖജനാവ് വർദ്ധിക്കുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ നോക്കുകയായിരുന്നു, ഏതെല്ലാം കുട്ടികളുടെ അടുക്കൽ സോമാനത്തിൻ്റെ സ്മൃതിയുടെ മാല വലുതായിരുന്നു, ആരുടെ അടുക്കൽ ചെറുതായിരുന്നു. എവിടെ സോമാനമുണ്ടായിരിക്കുമോ അവിടെ ദേഹാഭിമാനം ഇല്ലാതാകുന്നു. അപ്പോൾ ഇന്ന് ബാബ്ദാദ ചുറ്റി സഞ്ചരിച്ച് നോക്കി, ഏതുപോലെ സോമാനത്തിൻ്റെ ഖജനാവുകൾ ഉണ്ടോ അതേപോലെ ഓരോരോ ശക്തിയെയും ഓരോരോ ഗുണത്തെയും അതിനെ ഉപയോഗിക്കൂ, കാര്യത്തിൽ വിനിയോഗിക്കൂ. അപ്പോൾ മായ വന്നു എന്ന ഏതൊരു പ്രോബ്ലമാണോ ഉള്ളത്? മായ വരുന്നതല്ല, എന്നാൽ മായയെക്കുറിച്ച് ബാബ കേൾപ്പിച്ചിട്ടുണ്ട്. മായ പറയുന്നു, എന്നെ ആഹ്വാനം ചെയ്യുന്നു, അപ്പോഴാണ് വരുന്നത്, വെറുതെ പോകുന്നതല്ല. ഏതെങ്കിലും ലഘുവായ സങ്കല്പം നടത്തുക എന്നാൽ മായയെ ആഹ്വാനം ചെയ്തു എന്നാണ്. ശക്തികളെ ഉപേക്ഷിച്ചു, അപ്പോൾ മായയെ ആഹ്വാനം ചെയ്തു. ആഗ്രഹിക്കുന്നില്ല, പക്ഷേ വന്നു പോകുന്നു. ബലവാൻ ആരാണ്? ആഗ്രഹിക്കുന്നില്ല പക്ഷേ വന്നു പോകുന്നുവെങ്കിൽ മായ ബലവാനായോ അതോ താങ്കൾ? അപ്പോൾ ഇന്ന് പഴയ വർഷം സമാപ്തമായിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ വർഷത്തിൽ പുതിയ ഉന്മേഷം, പുതിയ ഉത്സാഹം. കാരണം സംഗമയുഗത്തിൻ്റെ മഹിമയാണ്. ഓരോരോ ദിവസവും ഉത്സാഹം നിറഞ്ഞതാണ്, അതായത് ഉത്സവമാണ്. അപ്പോൾ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടെങ്കിൽ ഓരോ ദിവസവും ഉത്സവമാണ്. അതിനാൽ ഉറപ്പിക്കണം, ദിവസവും നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും തൻ്റെ ചാർട്ട് നോക്കണം, ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ചെയ്യുമല്ലോ. ചെക്ക് ചെയ്യുന്നത് പോലും ഇല്ലെങ്കിൽ എങ്ങനെ ചേഞ്ച് ചെയ്യുവാനാണ്? ഇന്ന് പുതുവർഷത്തിനു വേണ്ടി ബാബ്ദാദയുടെ വിശേഷ സങ്കല്പം ഇതാണ്. ഓരോ കുട്ടിയും ഏതുപോലെ പഴയ വർഷത്തിന് വിട നൽകുന്നുവോ അതേപോലെ മായയ്ക്ക് വിട നൽകൂ. വ്യർത്ഥ സങ്കല്പത്തിന് വിട നൽകൂ. കാരണം മെജോറിറ്റിയിലും കണ്ടത് ഇതാണ്, വ്യർത്ഥ സങ്കല്പങ്ങൾ കൂടുതൽ വരുന്നു. വികാരി സങ്കല്പം കുറവാണ്. എന്നാൽ എന്താണോ വ്യർത്ഥം അതിൻ്റെ പേരും അടയാളവും സമാപ്തമാകണം. ഓരോ സങ്കല്പവും സമർത്ഥമാകണം, വ്യർത്ഥമാകരുത്. കാരണം വ്യർത്ഥ സങ്കല്പത്തിൽ കേവലം സങ്കല്പം നടക്കുക മാത്രമല്ല ചെയ്യുന്നത്, എന്നാൽ വ്യർത്ഥമായി ടൈമും പോകുന്നു. ബാബയ്ക്ക് സമാനമാകുന്നതിൽ അകലവും ഉണ്ടാകുന്നു. താങ്കളുടെ ആഗ്രഹം സമാനമാകണം എന്നാണ്. അപ്പോൾ കൈ ഉയർത്തിയിരിക്കുകയാണ്. എന്നാൽ ബാബ്ദാദ സദാ പറയുന്നു, മനസ്സിൻ്റെ കൈ ഉയർത്തണം. ഈ കൈ ഉയർത്തുന്നത് ഈസിയാണ്.
അപ്പോൾ വിട നൽകുന്നതിനുള്ള ധൈര്യമുണ്ടോ? കൈ ഉയർത്തൂ. ശരി, ധൈര്യം ഉള്ളവരാണ്. ധൈര്യത്തെ നിലനിർത്തണം, ഇത്രമാത്രം. അഥവാ ധൈര്യമുണ്ടെങ്കിൽ ഏതൊരു ലക്ഷ്യമാണോ വച്ചിരിക്കുന്നത് അത് നടക്കുക തന്നെ ചെയ്യും. കാരണം ബാബ് ദാദയും കൂടെയുണ്ട്. ബാബ് ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: എൻ്റെ ഒരു കുട്ടി പോലും പിന്നിൽ അവശേഷിച്ചു പോകരുത്. കയ്യിൽ കൈ കോർത്തു പോകണം. ശിവ് ബാബ നിരാകാരമാണ്, കൈയില്ല. എന്നാൽ ശ്രീമത്ത് തന്നെയാണ് ആ ഒന്നിൻ്റെ കൈ. ശ്രീമത്തനുസരിച്ച് ഓരോ ചുവടും നടക്കുക എന്നാൽ കയ്യിൽ കൈ കോർത്തു പോവുക എന്നർത്ഥം. അപ്പോൾ എല്ലാവർക്കും പുതുവർഷത്തിൻ്റെ, പുതുജീവിതത്തിൻ്റെ, പുതുയുഗത്തിൻ്റെയും മൂന്നിൻ്റെയും കോടി മടങ്ങ് ആശംസകൾ. ശരി, ഇപ്പോൾ 4 ഭാഗത്തുമുള്ള ദേശവിദേശങ്ങളിലെ ബാബയുടെ പ്രിയപ്പെട്ടവരും ബാബയുടെ ഓമനകളുമായ ഓരോരുത്തർക്കും, ബാബയുടെ സിഖിലതയായ കുട്ടികൾക്ക് വിടയും ആശംസയും. ബാബ് ദാദ കേൾപ്പിച്ചിട്ടുണ്ട്: പഴയ വർഷത്തോടൊപ്പം പഴയ സംസ്കാരങ്ങൾക്കും വിട നൽകുന്നവർ, സ്വഭാവത്തിന് വിട നൽകുന്ന മഹാവീരന്മാരായ കുട്ടികൾ, ഓരോ ചുവടിലും കോടികൾ സമ്പാദിക്കുന്നവർ. ബാബ് ദാദ സദാ നൽകുന്ന സോമാനം ഏതാണോ, സോമാനത്തിൻ്റെ സ്ഥിതിയിലിരുന്ന് അനുഭവം നേടുന്നവർ, ഓരോരോ കുട്ടിക്കും ബാബ് ദാദ ഇങ്ങനെയുള്ള രൂപത്തിലാണ് കാണുന്നത്. ഇവർ ഓരോരോ കുട്ടികളും 21 ജന്മത്തെ സമ്പത്തിൻ്റെ അധികാരിയാണ്. മുഴുവൻ കൽപ്പത്തിലും 21 ജന്മത്തിലെ അധികാരിയാകുന്നതിൻ്റെ സമ്പത്ത് കുട്ടികളായ നിങ്ങൾക്ക് തന്നെയാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ശ്രേഷ്ഠ അധികാരികളായ 4 ഭാഗത്തുമുള്ള കുട്ടികൾക്ക് ബാബ് ദാദ പിതാവിൻ്റെയും ശിക്ഷകൻ്റെയും ഗുരുവിൻ്റെയും രൂപത്തിലൂടെ 3 രൂപത്തിലൂടെയും സ്നേഹസ്മരണകളും നമസ്തേയും നൽകുന്നു. വരദാനം: സർവീസിലും പുരുഷാർത്ഥത്തിലും സഫലത പ്രാപ്തമാക്കുന്ന ഡബിൾ കിരീടധാരിയായി ഭവിക്കട്ടെ. സംഗമയുഗത്തിൽ സദാ സ്വയം തന്നെ ഡബിൾ കിരീടധാരിയായി മനസ്സിലാക്കി നടക്കൂ. ഒരു ലൈറ്റ് എന്നാൽ പ്യൂരിറ്റിയുടെ കിരീടം, രണ്ടാമത്തേത് ഉത്തരവാദിത്വങ്ങളുടെ കിരീടം. പ്യൂരിറ്റിയുടെയും പവറിൻ്റെയും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും ക്രൗൺ ധാരണ ചെയ്യുന്നവരിൽ ഡബിൾ ഫോഴ്സ് സദാ നിലനിൽക്കുന്നു. ഇങ്ങനെയുള്ള ഡബിൾ ഫോഴ്സുള്ള ആത്മാക്കൾ സദാ ശക്തിശാലി ആയിരിക്കും. അവർക്ക് സർവീസിലും പുരുഷാർത്ഥത്തിലും സദാ സഫലത പ്രാപ്തമാകുന്നു. സ്ലോഗൻ: ദിവ്യ ഗുണങ്ങളുടെ ആധാരത്തിൽ മനസ്സ്, വാക്ക്, കർമ്മം എന്നത് ചെയ്യുന്നത് തന്നെയാണ് ദിവ്യത. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. ഏതെങ്കിലും വസ്തുവിനെ ചൂടാക്കി മൃദുവാക്കിയ ശേഷമാണ് മോൾഡ് ചെയ്യുന്നത്. ഇവിടെയും ചൂടാണ് ശക്തിരൂപം, മൃദുത്വമാണ് വിനയം, അതായത് സ്നേഹരൂപം. ആരിൽ ഓരോ ആത്മാവിനെ പ്രതിയും സ്നേഹമുണ്ടായിരിക്കുമോ അവർക്ക് തന്നെയാണ് വിനയചിത്തരായിരിക്കുവാൻ സാധിക്കുന്നത്. സ്നേഹം ഇല്ലെങ്കിൽ ദയാഹൃദയർ ആകുവാൻ സാധിക്കില്ല, വിനയചിത്തരും ആകുവാൻ കഴിയില്ല. ശക്തിരൂപത്തിലാണ് യജമാനത്വം, വിനയത്തിലാണ് സേവനത്തിൻ്റെ ഗുണമുള്ളത്. അതിനാൽ എപ്പോഴാണോ ഈ മൃദുത്വവും ചൂടും രണ്ടും ഉണ്ടായിരിക്കുന്നത് അപ്പോഴാണ് ഓരോ കാര്യത്തിലും മോൾഡാകുവാൻ സാധിക്കുന്നത്. ഓം ശാന്തി.
ഒലി മുഴങ്ങി സംഗമയുഗത്തിൻ കാലമായി നവയുഗ പൊൻപുലരി ഭൂവിൽ വിടരും വേളയായി നവയുഗ